ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് HMD. ഈ പേര് നമ്മൾ എല്ലാവരും കേട്ട് കാണുന്നറിയാം. അപ്പോൾ HMDൻ്റെ ഏറ്റവും പുതിയ ഡിവൈസാണ്. ഇപ്പോൾ ഒരു ഹ്യൂമൻ മൊബൈൽ ഡിവൈസസ് എന്നാണ് HMDനെ വിളിക്കുന്നത്. പണ്ട് നോക്കിയൻ്റെ ആ ബ്രാൻഡിങ് ഒക്കെ എടുത്ത കമ്പനി തന്നെയാണ് HMD. അപ്പോൾ അവർ ആദ്യത്തെ ഡിവൈസാണ് 2026 HMD Vibe 2 5G. അപ്പോൾ ഇതിൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പ്രൈസിങ് അറിയില്ല. അഗൈൻ ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഡിവൈസ് ആണ്. അറൌണ്ട് 10,000 to 15,000 റുപ്പീസ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പം ആ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ HMD Vibe 2 5Gന്റെ വളരെ ക്വിക്കായിട്ട് ഒരു അൺബോക്സിങ്ങും അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനും നമുക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ബോക്സ് ഒന്ന് തുറന്നിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇനി അൺബോക്സിങ് ചെയ്യാം HMDന്റെ Vibe 2 5G. അപ്പോൾ ഇതിന്റെ ബോക്സ് പാക്കേജ് ഉണ്ടല്ലോ HMD ഇത് ചെയ്യണം. ഹ്യൂമൻ മൊബൈൽ ഡിവൈസസ് എന്നാണ് HMD. അതേപോലെ ഇതിനകത്ത് സർവം എന്ന് പറഞ്ഞ AI ഇതും കൂടെ കീ പാർട്ട്ണർഷിപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ Vibe 2 5G 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്: ലാവൻഡർ, ബ്ലൂ ആൻഡ് പീച്ച്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലാവൻഡർ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 464 ആണ്. വളരെ ബേസ് വേരിയന്റ് ആണ്. 4 128 ഉണ്ട്, 6 128 വേരിയന്റ് ഉണ്ട്. അങ്ങനെ മൊത്തം 3 വേരിയൻസ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം. അപ്പോൾ നമ്മൾ തുറന്നു. ഇനി നമുക്ക് ബോക്സ് ഒന്ന് ഫുള്ളായി തുറക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവൈസ് മുകളിൽ തന്നെ കാണാൻ സാധിക്കും. ഇതാണ് ലാവൻഡർ കളർ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കേസ് ആണ് കിട്ടുന്നത്. ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമുക്കൊരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 volt 3 ampere, 9 volt 2 ampere, 12 volt 1.5 ampere. അതായത് 18 watt അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ നമുക്കൊരു ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് USB ചാർജിങ് കേബിൾ. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ HMD Vibe 2 5G എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷാണ്, ഇവിടെ നിന്ന് ഒരു ഗ്ലോസി ഫിനിഷാണ്, ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്ലോസി ആൻഡ് മാറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ HMD നീതിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഒരു ഡിഫറെൻറ്റ് ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്ലോസി ഫിനിഷാണ്. 50 MP AI ക്യാമറ നീതിയാണ്. ഫിംഗർ പ്രിന്റ് സ്കാനറാണ് പവർ ബട്ടൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വോളിയം റോക്കർ കീസാണ് വരുന്നത്. താഴത്ത് USB Type-C പോർട്ട്, അതേപോലെ 3.5mm ഓഡിയോ ജാക്ക്. അതുകൂടാണ്ട് നമുക്ക് ഒരു സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ സിം ട്രേ ഒന്ന് എടുത്ത് നോക്കാം. ഇത് ഡെഡിക്കേറ്റഡ് ആണോ? അതെ, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടുള്ള ഒരു ട്രേ ആണ് വരുന്നത്. അതായത് ഡ്യുവൽ സിം പ്ലസ് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടുള്ള ഒരു ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഈ മാറ്റ് ഫിനിഷും ഈ ഗ്ലോസിൻ്റെ കോമ്പിനേഷൻ കൊള്ളാം. ഒരു ലുക്സ് ഒക്കെ അടിപൊളിയാണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത്. ഓവറോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം. നല്ലൊരു ലാർജ് ഡിസ്പ്ലേ, അറൌണ്ട് 6.75 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് അല്ലെങ്കിൽ U-notch ആണ് വരുന്നത്. 6.745 ഇഞ്ച് HD+ U-notch ഡിസ്പ്ലേ ആണ്. അതേപോലെ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ IP64 റേറ്റിംഗും അവൈലബിൾ ആണ്. താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി ഒന്ന് ഹയർ സൈഡാണ്. ഇവിടെ നമുക്ക് കുഴപ്പമില്ലാത്ത ബെസൽസ് ആണ്. U-notch ആണ് വരുന്നത്. അഗെയിൻ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ എനിക്ക് തോന്നുന്നു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസും ഡിസൈനൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഫോൺ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു എന്താ പറയുക മാറ്റ് പ്ലസ് ഗ്ലോസി ഫിനിഷൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഡിസ്പ്ലേ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് U-notch ആണ് വരുന്നത്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ചാൽ റിഫ്രഷ് റേറ്റ് 120 Hz വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കുഴപ്പമില്ല. അതേപോലെ 450 nits ഓഫ് മിനിമം ബ്രൈറ്റ്നസ്സും 500 nits ഓഫ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സും ആണ്. 10 point ടച്ച് ആണ് വരുന്നത്. റെസൊല്യൂഷൻ 720x1600 പിക്സൽസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫറാണ്. 6 മാസത്തേക്ക് 1 time ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് സ്ക്രീൻ റീപ്ലേസ് ചെയ്യാം വിത്തിൻ 6 months എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഡിസ്പ്ലേ ക്വാളിറ്റി ആസ്വദിച്ച് കുഴപ്പമില്ല. നല്ല ടച്ച് റെസ്പോൺസും നല്ല കളേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം വിവിഡായ ഡിസ്പ്ലേ ആണ്, കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്.
എഗെയിൻ യു നോച്ചാണ് വരുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. വളരെ സ്റ്റോക്ക് ലൈക്ക് യു ഐ ആണ്, കണ്ടില്ലേ. ബ്ലോട്ട് പേസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പറയാം. എന്നാൽ ഒരു 3-4 ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉണ്ട്. എന്നാൽ ഓവറായിട്ട് ഒരുപാട് അൺവാണ്ടഡ് ആപ്സ് ഒന്നും തന്നെ ഇല്ല. പൊതുവേ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന കാരണം അത് കുഴപ്പമില്ല. പിന്നെ ഇൻഡസ് എന്ന് പറഞ്ഞാൽ സർവം എ ഐ ഉണ്ട്. അതായത് ഇവരുടെ ഒരു ഇൻഡിജിനസ് എ ഐ ആണ്. ഇന്ത്യൻ ലാംഗ്വേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യണ ഒരു എ ഐ ടൂളാണ്. അതായത് സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞ ആപ്പും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇൻഡസ് എ ഐ എന്ന് പറഞ്ഞത് പ്രീലോഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുക. പിന്നെ 2 years ഓഫ് ക്വാർട്ടർലി സെക്യൂരിറ്റി പാച്ചസ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. അബൌട്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ HMD Vibe 2, അതേപോലെ നമുക്ക് പ്രോസസ്സർ ഒക്ടാകോർ, 6000 mAh ബാറ്ററി, 4GB റാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം. അതേപോലെ ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് Vibe 2 5Gൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസ് വരുമ്പോൾ യൂണിസോക്കിന്റെ T8200 എന്ന് പറഞ്ഞ ഒരു ചിപ്പാണ്, 5G ചിപ്പാണ്. അതേപോലെ ഇതിനകത്ത് 4GB റാം ഉണ്ട്, 6GB റാം ഉണ്ട്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇത് 4GB റാം വേരിയന്റ്, 64GB സ്റ്റോറേജും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. 6 നാനോമീറ്റർ ചിപ്പാണ്. അതിനൊപ്പം തന്നെ ഇതിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്ന അറൌണ്ട് 5,10,000 ആ റേഞ്ച് ഒക്കെയാണ് വരുന്ന ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ഉള്ളതിലേക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ആന്റിറ്റ്യൂഡ് സ്കോറാണ് യൂണിസോക്കിന്റെ T8200 ചിപ്പ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസ് എനിക്കൊന്ന് കുഴപ്പമില്ല, സ്മൂത്ത് ആണ്, അത്യാവശ്യം സ്മൂത്ത് ആണ്. ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ആ ഒരു സ്മൂത്ത്നെസ്സും ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിലും കാണാൻ സാധിച്ചു. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. നമ്മൾ ഒരുപാട് ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ടാസ്ക് ഒന്നും ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ഇത് കുറച്ചുകൂടി യൂസ് വരുന്നത് ഫീച്ചർ ഫോൺസിൽ നിന്നൊക്കെ സ്മാർട്ട് ഫോൺസിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം ബഡ്ജറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ട സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ 5G സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ പ്രൂഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഓവറോൾ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. പിന്നെ താഴത്താണ് സ്പീക്കർ യൂണിറ്റ് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അഗെയിൻ IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടഡേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് ക്യാമറേൻ്റെ കാര്യം പറയാം. ഇതിൽ റിയർ 50 MP ക്യാമറയാണ്. പിന്നെ ഒരു CIF AI ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. LED ഫ്ലാഷും കാണാം. ഫ്രണ്ട് ക്യാമറ ഒരു 8 MP ഷൂട്ടറാണ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറയിൽ ആക്ച്വലി 4K 30 FPS റെക്കോർഡിംഗ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണെന്ന് പറയാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p 30 FPS ഉള്ളൂ. 4K 30 FPS റിയർ ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്നാൽ സെൽഫി ക്യാമറ 1080p 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം HMD Vibe 2 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ക്യാമറ സാമ്പിൾസിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് വേണ്ട ഒരു ക്യാമറ ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സെൽഫി ക്യാമറയും ഡീസെന്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഞാൻ വീഡിയോ റെക്കോർഡിങ്ങും കൊടുത്തിട്ടുണ്ട്, 4K റിയർ വീഡിയോ റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അനുയോജ്യമായ ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണോ ഇത് കൊടുത്തിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. 18 watt ചാർജിങ് ആണ് വരുന്നത്. 6000 mAh ഡെഫിനറ്റ്ലി ഈസിലി ഒരു ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യും. പ്രോബ്ലി ഒരു ദിവസത്തിലേറെ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എഗെയിൻ അത് യൂസേജ് ബേസ്ഡ് ചെയ്തിരിക്കും. എന്നാലും ഡെഫിനറ്റ്ലി ഒരു ഫുൾ ഡേ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതിൽ ഒരു സംശയമില്ല. പ്രോബ്ലി ചിലപ്പോൾ ഒരു 1.5 ദിവസമൊക്കെ കിട്ടും നിങ്ങളുടെ യൂസേജിനനുസരിച്ച്. പിന്നെ ചാർജർ ഇൻ ദ ബോക്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചാർജിങ് ചെയ്തെടുക്കാം. 50% ചാർജിങ് അറൗണ്ട് 50 minutes എന്നാണ് പറയുന്നത് കമ്പനീൻ്റെ അവകാശവാദം. അപ്പോൾ ഫുൾ ചാർജ് എടുക്കാൻ ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും, നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം 18 watt ചാർജിങ് ഉള്ളൂ. എന്നാലും ചാർജർ ബോക്സിനകത്തുണ്ട് എന്നുള്ളതാണ് ഒരു ഫീച്ചർ എന്ന് പറയാവുന്നത്. ഫീച്ചർ എന്ന് പറയുന്നത് വെച്ചാൽ പല ഫോൺസും അത് ഇപ്പോൾ റിമൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു കാര്യം വെച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഡിവൈസ് സെല് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഡിവൈസ് ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കമ്പനി അവരെ പ്രസ് റിലീസിൽ പറയുന്നുണ്ട്. ഇതിന് വില നമുക്ക് ഇപ്പോൾ അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 വേരിയൻ്റ് ആണ്. വില വരുമ്പോൾ നമുക്ക് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രൈസിങ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു HMDൻ്റെ
വൈബ് 2 എന്ന് പറഞ്ഞ 5G സ്മാർട്ട് ഫോൺ. പിന്നെ വാറന്റി ആൻഡ് സർവീസിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ആദ്യത്തെ 30 ദിവസം ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി സർവീസ് 1 ഇയർ വാറന്റി 1 ഇയർ അവൈലബിൾ ആണ്. പിന്നെ 6 months സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് 18,000 പിൻകോഡ്സിൽ സർവീസ് അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ അതും കൂടെ HMDന്റെ സർവീസ് നെറ്റ്വർക്കിന്റെ കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്. 18,000 പിൻകോഡ്സിലും അവൈലബിൾ ആണ്. എഗെയിൻ സെല്ലിംഗ് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു HMD വൈബ് 2 5Gന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.